ഇന്ന് ലോക തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങളെപ്പറ്റിയും അവർക്ക് നൽകേണ്ട പരിഗണനകളെപ്പറ്റിയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം. മെയ് ദിനം എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും എത്ര തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിൽ സന്തുഷ്ടരാണ്? അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അവർ തങ്ങളുടെ ജോലിയെ കൂടുതൽ ഇഷ്ടപ്പെടും? വാ, നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയൊന്നുമില്ല, നമ്മളെന്നും വന്ന് ജോലി ചെയ്യുന്നു. ഇപ്പം കോളേജൊക്കെ ഒരുമാതിരി പുരോഗമിച്ചുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. തൊഴിലാളിക്ക് ന്യായമായ കൂലി കൊടുക്കണമെന്ന് എൻ്റെ വേതനം ശരിയായിട്ട് തന്നെ ആദ്യം, അതാണ് എൻ്റെ മെയിൻ. ഇപ്പോഴത്തെ ലേബർ കൂലിയൊക്കെ സർക്കാർ ഉദ്ദേശിക്കുന്ന പൈസയൊന്നും ആർക്കും കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിഥി തൊഴിലാളികളൊക്കെ ഉള്ളതുകൊണ്ട് നാട്ടിലുള്ള തൊഴിലാളികൾക്ക് വേതനത്തിൻ്റെ കാര്യത്തിൽ വളരെ പരിമിതിയാണ്. നമുക്കിപ്പോഴും ഞങ്ങളുടെ ബാങ്കിൻ്റെ സ്ഥാപനമല്ലേ ഇത്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ മുതലാളിമാരെന്നുള്ള ഒരു തൊഴിലാളി അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. നമുക്കല്ലെങ്കിലും 1-ാം തീയതി എല്ലാ പ്രാവശ്യവും അവധിയാണ്, മെയ് ദിനത്തിന് അവധിയാണ്. അതുപോലെ തന്നെ ബാങ്ക് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരുന്നുണ്ട്. സെക്രട്ടറി ആണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും നമുക്ക് ഒരു തൊഴിലാളികളോടെന്ന പോലെ അല്ല നമ്മളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജോലി ചെയ്യും. പിന്നെ വർഷാവർഷം നമുക്ക് സാലറി നമ്മൾ പറയാതെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മാറ്റം പറ്റേണ്ടത് അവധി ഒരു 2 ശനിയാഴ്ചയിലും കൂടെ ഒക്കെ കിട്ടണമെന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയാൽ വൈകിട്ട് കയറുന്ന ചിലപ്പോൾ ഒരു 7 മണിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു അത്രയും ടൈം പോവുകയാണ്. വർഷത്തിൽ 12 അവധിയുണ്ട്, അതുകൂടാതെ സൺഡേ ഓഫ് ഉണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയാണ്. നമ്മൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈ ഫെസിലിറ്റി തന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വർക്കിൽ. ചേച്ചി ജോലി ചെയ്യുന്നതിൽ സംതൃപ്തിയാണോ? യെസ്, തീർച്ചയായിട്ടും 100%. ഞങ്ങൾ തൃപ്തിയായിരുന്നു. തീർച്ചയായിട്ടും 100%.